ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്ന ഒരു ഗവൺമെന്റ് സുപ്രീം കോടതി വിധി തെറ്റാണെന്ന ജനകീയമായിട്ടുള്ള അഭിപ്രായം വന്നു. അത് പിന്നെ സുപ്രീം കോടതിക്ക് ബോധ്യമായി. അവരുടെ നിലപാട് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും. ശബരിമല വികസനം ചർച്ച ചെയ്യുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായി പമ്പയിലെത്തിയപ്പോഴാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യുവതീ പ്രവേശ വിഷയത്തിൽ സർക്കാർ നിലപാടിൽ യൂട്ടേൺ അടിച്ചത്. അയ്യപ്പ ഭക്തർ യുവതീ പ്രവേശത്തിനെതിരാണെന്നും സർക്കാർ അവർക്കൊപ്പമാണെന്നും കടകംപള്ളി പുതിയ വെളിപ്പെടുത്തൽ നടത്തി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ ചോദ്യവും ഉത്തരവും വ്യക്തം. ശബരിമലയിൽ യുവതി പ്രവേശിച്ച സുപ്രീംകോടതി വിധി തെറ്റാണെന്നും അത് കോടതിക്ക് ബോധ്യമായെന്നുമാണ് മുൻ ദേവസ്വം മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ യുവതീ പ്രവേശനത്തെ എതിർത്ത് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ഒന്നാം പിണറായി സർക്കാർ, അതായത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് തിരുത്തിയിട്ടില്ലെന്നാണ് രണ്ടാം പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചത്. എന്നാൽ ഇത് പരസ്യ ചർച്ചയാക്കാതെ വി എൻ വാസവൻ ഒഴിഞ്ഞുമാറി. ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് അവിടെ യുവതീ പ്രവേശനം അനുവദിക്കേണ്ട, അതൊരു അടഞ്ഞ അധ്യായമാണ്. അത് അങ്ങ് അഗണ്യകോടിയിൽ തള്ളിക്കളയുക. അയ്യപ്പ സംഗമത്തിനെത്തിയ കടകംപള്ളി ഇത് ചർച്ചയാക്കിയെന്ന് മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറിയുടെ അഴകുഴമ്പൻ നിലപാട് തള്ളുകയും ചെയ്തു. CPIM-ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണമായ പിന്തുണയുണ്ട്. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിന് കഴിഞ്ഞ അധ്യായമാണെന്നാണ്, അടഞ്ഞ അധ്യായമാണെന്നല്ല. അതൊരു അടഞ്ഞ അധ്യായമാണ്. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ യഥാർത്ഥത്തിൽ വരുന്നില്ല. MV ഗോവിന്ദൻ പറഞ്ഞതിന്റെ ധ്വനി ശബരിമല യുവതീ പ്രവേശന വിഷയം കഴിഞ്ഞ കാര്യമാണ്, പക്ഷേ അവസാനിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ മുൻ ദേവസ്വം മന്ത്രി പറഞ്ഞത് അടഞ്ഞ അധ്യായമെന്ന്, അതായത് അതൊരു ക്ലോസ് ചാപ്റ്റർ എന്നാണ്. ശബരിമല വികസനം ചർച്ച ചെയ്ത ആഗോള അയ്യപ്പ സംഗമം അവസാനിച്ചാലും യുവതീ പ്രവേശ വിഷയം അവസാനിക്കില്ല. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് പാർട്ടി നിലപാടാണോ? തെരഞ്ഞെടുപ്പ് വരെ ചൂടേറിയ ചർച്ചകളാകും. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം പമ്പയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.